മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും തന്നോടൊപ്പം മറ്റ് 2 സ്ത്രീകളും ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം യേശുവിൻ്റെ കല്ലറ സന്ദർശിക്കുവാനായിട്ട് അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ അവർ കടന്നു പോവുകയാണ്. അവരുടെ മുമ്പിൽ ഒത്തിരി ചാലഞ്ചസ് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ആ കല്ലറയുടെ കല്ല് ആര് ഉരുട്ടി മാറ്റുമെന്നുള്ളതാണ്. അവർ തമ്മിൽ ചോദിക്കുന്നുണ്ട്, ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും. എന്നാൽ 16-ാം അധ്യായത്തിൻ്റെ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് അവരവിടെ കടന്നിയല്ല ചെന്നപ്പോൾ എൻ്റെ പിന്നിൽ ഈ കാണുന്നത് പോലെ കല്ല് ഉരുണ്ടിരിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. പ്രിയമുള്ളവരെ, ഞാൻ ഈ സന്ദേശം നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഇതിനകത്തൊരു പ്രവചന ദൂതമുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ നിങ്ങളുടെ ഭാവിയെ, നിങ്ങളുടെ മുന്നേറ്റത്തെ, നിങ്ങളുടെ ജീവിതത്തെയൊക്കെ തടസ്സപ്പെടുത്തിയിരിക്കുന്ന ചില കല്ലുകളുണ്ട്, ചില തടസ്സങ്ങളുണ്ട്. അതിനെ ഈ ദിവസങ്ങളിൽ ദൈവം നീക്കുകയാണ്. ഈ കല്ലറയുടെ കല്ലിനെ ദൈവം ദൂതന്മാരെ കൊണ്ട് നീക്കിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്നതിനെ നീക്കിക്കൊണ്ട് ദൈവം ഒരു അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനെ വിശ്വസിക്കാൻ കഴിയും. ഈ ദിവസങ്ങളിൽ നിങ്ങളും സാക്ഷ്യം പറയാൻ പോവുകയാണ്. കല്ല് ഉരുണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു, തടസ്സം മാറിപ്പോയത് ഞാൻ കണ്ടു, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു എന്ന് പറയത്തക്കതുപോലെ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. വിശ്വസിക്കുക. യേശു കർത്താവിൻ്റെ കല്ലറയുടെ കല്ല് ഇന്നും മാറിയിരിക്കുക. ആർക്കും അതിനെ തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ദൂതനെ അയച്ച് ദൈവം ഒരു അത്ഭുതം ചെയ്യും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തുറന്ന വാതിലുകൾ, ദൈവം നീക്കിയ തടസ്സങ്ങൾ പിന്നെ ആർക്കും അതിനെ മടക്കിക്കൊണ്ടുവരാൻ കഴിയില്ലെന്നൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം അത്ഭുതം ചെയ്തിരിക്കുന്നു. വിശ്വസിക്കാം. ഗോഡ് ബ്ലെസ് യു.